നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ ഫ്രണ്ട് റൂം ഒന്ന് ശിവരാത്രിക്ക് വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഓർത്തത് ബാക്ക് കവറൊക്കെ കെട്ടണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ അച്ചു വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേ ഞാൻ വെച്ചാൽ അന്ന് ഞാൻ ചെയ്ത് വെച്ച ബാക്കിയും കൂടെ ഒന്ന് ചെയ്യാം എന്നൊക്കെ കരുതി എല്ലാം എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച 150 രൂപയാണ്. ശിവൻ്റെ ഒരു ഫോട്ടോയാണ്. ഇതിങ്ങനെ 5 പീസിലാണ് കിട്ടുന്നത്. അതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള അതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പം ഞാൻ പക്ഷേ അതിനെ ഒരുമിച്ച് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെട്ടിയിട്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ ഒരു നാട അതിനകത്ത് കെട്ടിയിട്ടിട്ട് അതിനെ നമുക്ക് ആണിയിൽ തൂക്കാനായിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥിരം അവിടെ ഇരിക്കണമല്ലോ, പിന്നെ അത് വലിച്ചൂരി കളയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പം ഇതാണ് അന്ന് ഞാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് വെച്ചതാണ്. അച്ചു വരുന്ന ആ സമയം കൊണ്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കാം എന്ന് കരുതി അവിടെ കൊണ്ട് വെച്ചതാണ്. പിന്നെ കുഞ്ഞിയുണ്ട് എനിക്ക് കൂട്ടിന്. ഞാൻ അവിടെ വന്നിരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും എന്നെക്കാളും മുന്നേ അവൾ വന്ന് അതൊക്കെ അറിയാം അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് അക്ലയ്ക്ക് പെയിൻറ്റ് വെച്ചാണ് ഞാൻ ഇതിൻ്റെ മേൽവശം പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഇത്തിരി ഗ്ലാസ് വർക്കോ എന്തെങ്കിലും ചെറിയ വേറെ ഡിസൈനും കൂടെയൊക്കെ മേളിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്പലത്തിൽ സൗണ്ട് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് തുടങ്ങുവാണെങ്കിൽ ഞാൻ പിന്നെ ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഇച്ചിരി പനിയും കൂടെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അച്ചു വരുമെന്ന് വെച്ചിട്ട് അവനൊട്ട് വന്നതുമില്ല. പിന്നെ ഞാൻ തന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്ത് തീർത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉച്ചയ്ക്ക് അച്ഛന് ഊണ് കൊടുക്കാനായിട്ട് പോയത്. അപ്പോഴത്തേക്കും ഏകദേശം ഞാൻ എല്ലാം തീർത്ത് കേട്ടോ. 4 എണ്ണമല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് 4 കളറിലുള്ളത് അടിച്ച് തീർത്ത്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ അവിടെ വെച്ചിട്ടാണ് ഉണ്ണാൻ പോയത്. ഉണ്ടിട്ട് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റൂം അങ്ങ് അറേഞ്ച് ചെയ്തേക്കാം. കാരണം പിന്നെ എനിക്ക് വയ്യാതെ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും അത് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മണ്ടയ്ക്കോട്ടതേ കുഞ്ഞ് കയറി ഇരിക്കുകയാണ് കേട്ടോ. പൂച്ചയെന്നാണ് വായി വന്നത്. ഞാൻ അവളെ പൂച്ചയെന്ന് വിളിക്കാറില്ല, കുഞ്ഞിനെ വിളിക്കാറുള്ളൂ. പിന്നെ ഇത് ഞാൻ ഗ്ലാസ് അതിൻ്റെ മിറർ അതിൻ്റെ മുകളിൽ വെച്ച് നോക്കുകയാണ്. ചെറുതുണ്ട് എൻ്റെ കയ്യിൽ, ഒത്തിരിയൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ട്. അപ്പം പുതിയതായിട്ട് ഞാനൊന്നും ഇതിന് വേണ്ടിയിട്ട് മേടിച്ചില്ല. എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ച് തന്നെയാണ് ഞാനിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ രീതിയിലും വെച്ചൊക്കെ നോക്കുകയാണ്. വെച്ച് നോക്കിയതിന് ശേഷമല്ലേ നമുക്കത് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ 3D പെയിൻ്റൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് ഞാനൊന്ന് നോക്കി. ചിലതൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉള്ളത് ഏതാണെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അച്ചുവിനെ കാണുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തേക്കാമെന്ന് വെച്ചിട്ട് പയ്യെ എല്ലാം കുഷ്യൻ്റെ കവറൊക്കെ മാറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം പനി അങ്ങ് തുടങ്ങിയിരുന്നു. എനിക്ക് ഒട്ടും വയ്യാത്ത ഒരു ഇരുത്ത തന്നെ ഇനിയൊന്നും വയ്യ എന്നുള്ള പരുവത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ എല്ലാം കൂടെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്ത്. പിന്നെ എന്നാൽ പറ്റുന്നത്ര അങ്ങോട്ട് ചെയ്തേക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടെ ഞാൻ ചെയ്ത് കേട്ടോ. ഞാൻ അമ്പലത്തിൽ പാട്ട് വെക്കുമ്പോഴാണ് വോയിസ് കൊടുക്കുന്നത് നിർത്തുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ പാട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ അടുത്തത് ഞാൻ കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് മ്യൂസിക് ഇടുന്നത്. അപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ ബാക്ക് കവർ ഇട്ടു. പിന്നെ പില്ലോ കവർ എല്ലാം എടുത്ത് വെച്ചു. കുഷ്യൻ എല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പം ഇതൊന്നും കൂടെ എടുത്ത് തയ്ക്കാനുണ്ട്. പിന്നെ ഇനി വലിയത് അതാണ്ട് ഇതിൻ്റെ
ബാക്ക് കവറാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഞാൻ തയ്ച്ച് വെച്ചിരുന്നത് നൂലിൽ പോയി. വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അതങ്ങനെ പോയി. ഇനിയിപ്പോൾ അത് തയ്ച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇട്ടില്ല. പിന്നെ ശിവനെ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ആ മിററൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനിത് അവിടെ ഇങ്ങനെ തൂക്കി വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അത് വെച്ചപ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഒരു മാലയൊക്കെ തൂക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നെ അത് കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ അത് ഇപ്പം മാറ്റിയിട്ടില്ല. ഇനി നാളെ ഇപ്പം എനിക്ക് വയ്യ, പനിയായി അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനി നാളെ വല്ലതും സമയം കിട്ടുമ്പം ഇത് മാറ്റാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നിപ്പം കംപ്ലീറ്റ് പണി തീർത്തിട്ടില്ല. കാരണം കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പരിപാടി നിർത്തി, എല്ലാം കൊണ്ടുപോയി മാറ്റി വെച്ചിട്ട് പിന്നെ ഈ പോയിരുന്നു കേട്ടോ. ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. ബാക്കി ഞാനെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. നാളെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ മൺഡേ ഇടാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. താങ്ക് യു.